മലയാളം ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേഷൻ നോക്കാം. ഇന്ന് 9th വീക്കിലേക്കുള്ള നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം എല്ലാവരെയും നോമിനേഷനിൽ കൊണ്ടുവരാനാണ് പരസ്പരം ശ്രമിക്കുന്നത്. അതിനായി പലരും പലരെയും നോമിനേറ്റ് ചെയ്തു. എന്നാൽ ഇതിൽ ഷാനവാസിൻ്റെ നോമിനേഷനാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. ഷാനവാസ് അനുമോൾക്കെതിരെ തിരിഞ്ഞോ എന്നാണ് ഒരു സംശയം. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് നെവീനെയും അനുമോളെയുമായിരുന്നു. അനുമോളെക്കുറിച്ച് ഒരു വലിയ വിവരണം തന്നെയാണ് ഷാനവാസ് ബിഗ് ബോസിനോട് പറഞ്ഞത്. സാധാരണ നോമിനേഷൻ സമയത്ത് ഷാനവാസ് പറയുന്നതിനേക്കാൾ കുറച്ചധികം അനുമോളെക്കുറിച്ച് ഇന്ന് ഷാനവാസ് സംസാരിച്ചു. അതിലൊന്ന് ഷാനവാസ് പറഞ്ഞത്, അനുമോള് ഇതുവരെ ആരിൻ്റെയും ജിസേലിൻ്റെയും വിഷയം വിട്ടിട്ടില്ല. അത് ഇപ്പോഴും അവളുടെ തലയിലുണ്ട്. അത് ഷാനവാസ് പറഞ്ഞത് ശരിയാണ്. അതിന് ഒരു ഉദാഹരണമാണ് ഇന്നലെ രാത്രി സംഭവിച്ച ആ ഒരു പ്രാങ്ക്. അനുമോള് ബിഗ് ബോസ് പറഞ്ഞു എന്ന് പറഞ്ഞ് എക്സ്ട്രായുള്ള ബ്ലാങ്കറ്റുകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതിലൊന്നോ രണ്ടോ ബ്ലാങ്കറ്റ് ജിസേലിൻ്റെ ആണോ ആരിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ഫൈറ്റ് ഇന്നലെ രാത്രി നടന്നിരുന്നു. ലാസ്റ്റ് അത് അനുമോള് പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കുന്നുണ്ട്. ആ സമയത്തും ഷാനവാസ് മാറി നിന്ന് പറയുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകടിയെന്ന്. അനുമോൾക്ക് ജിസയിലും ആര്യനും 3ഉം 4ഉം ബ്ലാങ്കറ്റ് പുതച്ച് കിടക്കുന്നത് കാണാൻ താല്പര്യമില്ലെന്ന്. അതുകൊണ്ടാണ് എക്സ്ട്രാ ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ടുപോയത്. കൂടാതെ ഇന്നലെ ഷാനവാസ അനുമോളോട് തന്നെ പറഞ്ഞിരുന്നു, നിന്റെ CID പണി നിർത്ത്, നീ കട്ടിലിൽ നിന്ന് മാറി അങ്ങേ അറ്റത്ത് പോയി കിടക്ക് എന്നൊക്കെ. അപ്പോഴും അനുമോൾ അത് സമ്മതിച്ചില്ല. എനിക്ക് ഈ കട്ടിലിൽ തന്നെ കിടക്കണം, എങ്കിലേ ഉറക്കം വരൂ എന്നൊക്കെ. പിന്നെ ഷാനവാസ് ഒരു റീസൺ പറഞ്ഞത് ബോട്ടിൽ ടാസ്ക് നശിപ്പിച്ചു, കുളമാക്കി എന്നൊക്കെയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. അനുമോളാണ് ഈ ടാസ്ക് കുളമാക്കിയത്. ജിഷിൻ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയ സമയത്തും അനുമോളാണ് വാശി പിടിച്ചതെന്നൊക്കെ. ആ സമയത്ത്, അതായത് ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറെ മാറ്റുന്നതിന് വേണ്ടിയുള്ള വോട്ടിംഗ് നടന്ന സമയത്ത് ജിഷിനെ മാറ്റണമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത വ്യക്തിയാണ് ഷാനവാസ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് അനുമോളാണ് ആ ടാസ്ക് കുളമാക്കിയത്, ജിഷിൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി എന്നൊക്കെയാണ്. പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഷാനവാസിന് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നറിയില്ല. ഇനി ഫാമിലി വന്നപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഹിൻഡ് കിട്ടിയോ, ഗ്രൂപ്പ് കളി നിർത്തണമെന്ന് എന്തെങ്കിലും പറഞ്ഞോ, അതുകൊണ്ടാണോ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഷാനവാസ് ഇപ്പോൾ കുറ്റം പറയുന്നത് അനുമോളെയാണ്. ഇനി മൂന്നാമതായി റീസൺ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇവർ 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കിച്ചണിൽ കയറി കാപ്പിയിട്ട് കുടിച്ചു, പൂരി ഉണ്ടാക്കി കഴിച്ചു. ഈ കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ഒരു പ്രാങ്കായിട്ട് അഭിനയിക്കാം, എന്നിട്ട് പിന്നീട് ബിന്നിയെ പറഞ്ഞു മനസ്സിലാക്കാം എന്നൊക്കെ ഇവർ പദ്ധതി ഇട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം അഭിലാഷും ജിഷിനും ഒരു പ്രാങ്ക് ഫൈറ്റ് ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അനുമോള് ബിന്നിയെ മാറ്റി നിർത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാപ്പുസാക്ഷിയായി. അപ്പോൾ തെറ്റുകാര് ഞങ്ങളും. അങ്ങനെ ഒരു നീണ്ട നിര തന്നെയാണ് അനുമോൾക്കെതിരെ നോമിനേഷനിൽ ഷാനവാസ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റത്തിന് എന്താണ് കാരണമെന്നറിയില്ല. കാരണം നോമിനേഷനിൽ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നോമിനേറ്റ് ചെയ്യാൻ മാത്രം തെറ്റുകൾ ചെയ്ത പലരും ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നു. പിന്നെ നോമിനേഷൻ ആരെ ചെയ്യണമെന്ന് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഷാനവാസ് ഇനി ഗെയിം മാറ്റി തുടങ്ങിയോ എന്നറിയില്ല. എന്തായാലും ഇങ്ങനെയൊരു ചേഞ്ച് ഷാനവാസിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.